മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. This is greenhouse cleaning liquid getting poured on the banana. അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. Getting poured on the banana. Now let's wash this thoroughly. Actually, we have cleaned the outer surface of the banana in order to avoid any possibilities of contamination. correct. എന്ത് correct? Chilled payasam. പപ്പടം. കൊച്ചനെ വലിയ മിടുക്കനാന്ന് നോക്കല്ലേ. യമ്മി. ഞാൻ ഇതിൽ തൊട്ടുണ്ടോ, അല്ലാതെ റെസ്റ്റോറന്റുകാർ ഇതിൽ തൊട്ടുന്നോ തെർമൽ പേപ്പർ വെച്ചിട്ട് അശുദ്ധമാക്കിന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ തൊട്ടായിരുന്നു. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ പോലുള്ള എത്ര കള്ളന്മാരെ ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാ. തെർമൽ പേപ്പർ കൈ തൊട്ടിട്ട് ഇതിലൊക്കെ തൊട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിന്റെ അടുക്കലോട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. എന്റെ പൊന്ന് ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഈ സാധനം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണ്. അപ്പൊ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കുന്നു, എന്നിട്ട് മുഴുവനാക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് സെറ്റായി, ഡിസിൻഫെക്റ്റ് ആയി. അതുപോലെ വെള്ളം കുപ്പികളും കൂടെ നമ്മൾ ഇതുപോലെ സോപ്പിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ടേ. എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം. പക്ഷെ ഈ കവറ് ഈ പാത്രത്തിൽ മുട്ടിക്കാണ്ട് വേണം അങ്ങോട്ട് ഫുഡ് മാറ്റാനായിട്ട്. അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കാം, തനിക്കിത് എന്തിന്റെ കുത്തിക്കഴപ്പാ? അപ്പൊ എന്റെ വീട്ടിൽ വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ മെത്തേഡും ഒരു പ്രോട്ടോക്കോളും ഇങ്ങനെയാണ്. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. എനിക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഇതിന്റെയൊക്കെ പുറത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ആ പാക്കറ്റിന്റെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എന്റെ ഫുഡിലോട്ട് വരരുത്, എന്റെ വീട്ടുകാരെയും വയറ്റിലോട്ട് പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ.